Hello people, welcome back to my channel. അപ്പോൾ ഞാനും വാങ്ങിയ ഒരു ഹാപ്പി ഹാമ്പർ ഫ്രം ഫാക്ട് നോട്ട്സ്. ഇത് ഞാൻ ദിവാലി സെയിലിന് ഓർഡർ ചെയ്തു. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാനിത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. ഇത് 1100 ആണ് ആയിട്ടുണ്ടായിരുന്നത് ഞാൻ വാങ്ങിയ ടൈമിൽ. അപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് ഇതിൻ്റെ പ്ലാനർ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഫാക്ട് നോട്ട്സിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത്തവണ എനിക്ക് ഹാമ്പർ ഫുള്ളായിട്ട് വാങ്ങാൻ പറ്റി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പിന്നെ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് ഈ ഒരു മിനി കലണ്ടറാണ്. ഇത് നമുക്ക് ഡെസ്കിൻ്റെ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു മിനി കലണ്ടറാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ലീവ് ഹാപ്പി എന്ന് എഴുതിയിട്ടുള്ളൊരു ബാഡ്ജാണ്. ഇതുപോലത്തെ സെയിം എൻ്റെ ഉണ്ട് കേട്ടോ. ഒരു ലഗേജ് ടാഗാണ്, ഒരു പപ്പിയുടെ ഷേപ്പൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു കീ ചെയിനാണ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്ന് എഴുതിയിട്ടുള്ളൊരു കീ ചെയിൻ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സ്റ്റിക്കി നോട്ടാണ്. ഇത് ഭയങ്കര കൂളാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല എസ്തെറ്റിക് ആയിട്ടുണ്ടായിരുന്നു, ഭയങ്കര നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഷേപ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റിക്കി നോട്ട്സ് ഇതിനകത്തുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്റ്റിക്കി നോട്ട്സ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പുള്ളൊരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്, ഗുഡ് തിങ്സ് ആർ കമ്മിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഒരു കാക്ടസിൻ്റെ ഒരു മാഗ്നറ്റ് ആണ്. ദെൻ വന്നിട്ട് സ്റ്റിക്കർ ബുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്റ്റിക്കർ ബുക്ക് അടിപൊളിയാണ്. ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, അതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ്. ജേർണലിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് നമുക്കൊരു ഹാപ്പി മെയിലാണ്. അതിൽ വന്നിട്ട് 2 ബുക്ക് മാർക്ക് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു. എൻ്റെ ബാക്കിലൊക്കെ കോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 ബുക്ക് മാർക്കിൻ്റെയും ബാക്കിൽ കോട്ട് ഉണ്ടായിരുന്നു. കുറച്ച് ബർത്ത്ഡേ പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മെയിൻ പാർട്ട് അൺബോക്സ് ചെയ്യാം. ഇതാണ് എൻ്റെ 2025 പ്ലാനർ. ഞാൻ സ്റ്റാറി ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പേജ് വരുന്നത്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് തന്നെ ആദ്യം നോക്കുന്നത് സ്റ്റിക്കേഴ്സാണ്. ഇതിലെ സ്റ്റിക്കേഴ്സ് അടിപൊളിയാണ് കേട്ടോ. അതാണ് ആദ്യമേ അത് തന്നെ നോക്കുന്നത്. അപ്പം ഇത്രയും സ്റ്റിക്കേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പ്ലാനർ നോക്കാം. പ്ലാനറിൽ വന്നിട്ട് വലിയ മാറ്റമല്ല, പിക്ചേഴ്സിനൊക്കെ വന്നിട്ടുള്ള മാറ്റമേ ഉള്ളൂ. ബാക്കി സംഭവം എല്ലാം സെയിം തന്നെയാണ്, കഴിഞ്ഞ വർഷത്തെ പോലെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ വന്നിട്ട് എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു. ഇപ്പോൾ വന്നിട്ട് എല്ലാം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള പോലെ തോന്നി. അപ്പോൾ എനിക്ക് അതിനേക്കാളും മുന്നിലത്തെയൊക്കെയാണ് ഇഷ്ടമായത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിട്ട് സപ്പിൾ റൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാനർ ഹാമ്പറാണ് വാങ്ങാമെന്ന് വിചാരിച്ച്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഫാക്ട് നോട്ട്സ് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ. ഇനി നമുക്ക് ഇതൊക്കെ ഫില്ലാക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത് വീണ്ടും കാണാം. ബൈ.